ഹലോ, ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാനായിട്ട് പോവാണ്. അപ്പം നിങ്ങളതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം എന്നും കേക്കിൻ്റെ വീഡിയോ ആണ്. ഇന്ന് വിചാരിച്ചു മിനി വ്ളോഗിടാണ്. പിന്നെ കേക്കിൻ്റെ വീഡിയോ ഒരുപാട് 2-3 പേരായി എന്നോട് ചോദിക്കുന്നു ഡെയിലി എന്താ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തതെന്ന്. വേറെ ഒന്നുമല്ല, ഞാൻ കൂടുതൽ സമയത്തും വീട്ടിലുണ്ടാവാറില്ല കേട്ടോ. ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് പോവാണ്. ഉമ്മയാണെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വീഡിയോ എടുക്കില്ല കേക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് കേക്കിൻ്റെ വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ എത്തിയതിന് ശേഷം നമുക്ക് ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 1 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 4 മണി ആയപ്പോഴേക്കും 4 മണി കഴിഞ്ഞു. അതിരപ്പള്ളി എത്തിയപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് മുകളിലേക്കാണ് നേരെ ഇറങ്ങി കാണാൻ വേണ്ടി നിന്നത്. അപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു ഫസ്റ്റ് തന്നെ താഴത്തേക്ക് ഇറങ്ങി 5 മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നടന്നു പോവാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പം നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നടന്നിങ്ങനെ പോവാണ് കേട്ടോ. ഈ നടന്നു പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. ഇതാ കുരങ്ങനെ ഇരുന്ന് സ്പ്രൈറ്റ് കുടിക്കുന്നു. വേറെ ഒന്നുമല്ല കേട്ടോ, നടന്നു പോകുന്ന ആൾക്കാരെ കയ്യിൽ നിന്നൊക്കെ തട്ടിപ്പറിച്ച് ഓടുകയാണ്. അതിരുന്ന് കുടിക്കുക കേട്ടോ. ഇക്കാൻ്റെ ഫ്രണ്ടും പിന്നെ ഞങ്ങളും ആയിരുന്നു എന്താ പറയുക ഈ ഒരു ട്രിപ്പിലുണ്ടായിരുന്നത്. കാരണം ഫ്രണ്ടിൻ്റെ മോളുടെ ഇതേപോലെ സ്പ്രൈറ്റ് തട്ടിയെടുത്തിട്ട് മൂടിയിട്ട് കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. കുരങ്ങന്മാരൊക്കെ അതെന്താ കയ്യിൽ കണ്ട അതെല്ലാം എടുത്ത് ഓടാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ഇറങ്ങി താഴത്തോട്ട് പോകണം. താഴത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും ഇറങ്ങാൻ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സാണ്. കാരണം അവർക്ക് കൂടുതൽ ഇങ്ങനത്തെ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും കാണാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഫോറിനേഴ്സിനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ കണ്ടതും അങ്ങനത്തെ ആളുകളെയാണ് കേട്ടോ. മലയാളീസ് വളരെ കുറവാണ് ഞാൻ കണ്ടത് കേട്ടോ. പിന്നെ തിരിച്ച് കയറുമ്പോൾ നെതമോൾ നല്ല ഓട്ടമായിരുന്നു. അത് കാരണം തന്നെ കെട്ടിമറിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആ വാശിയൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പാവക്കുട്ടികളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. രാത്രി ആയി വീട്ടിലെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. തൃശ്ശൂരുള്ള ലാവിഷ് ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. അവിടുത്തെ ഫുഡ് ബേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ലാവിഷിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ് കേട്ടോ. ഞാൻ എപ്പോഴും ലാവിഷിൽ കയറിയ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്യാറ്. ഇപ്രാവശ്യം ഷവായും ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിട്ടോ. എനിക്ക് അവിടുത്തെ ഫ്രൈഡ് റൈസ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണാം. ബൈ.